അപ്പോൾ PK ലേണിങ്സിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. നമ്മളിന്ന് BNSSൻ്റെ നെക്സ്റ്റ് മൂന്നാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് എന്താണ് സമൻസ് കേസുകൾ, എന്താണ് വാറണ്ട് കേസുകൾ, എന്താണ് സമൻസുകളും വാറണ്ടുകളും കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സമൻസ് എന്താണ്, വാറണ്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ സമൻസ് നമ്മൾ കണ്ടതാണ് സെക്ഷൻ 2ൻ്റെ എക്സിലായിരുന്നു സമൻസിനെ കുറിച്ച് കണ്ടത്. വാറണ്ട് അല്ലാത്തതെല്ലാം സമൻസ് എന്നാണ് നമ്മളവിടെ കണ്ടത്. ഈ സമൻസുകളായിക്കൊള്ളട്ടെ വാറണ്ടുകളായിക്കൊള്ളട്ടെ, എന്തിനാണ് ഈ സമൻസും വാറണ്ടുകളും എന്ന് ചോദിച്ചാൽ ഇതിനെ നമ്മൾ ഒരു പേര് വിളിക്കും, പ്രോസസ് ടു കമ്പൽ എന്താണ്, പ്രോസസ് ടു കമ്പൽ ദി പേഴ്സൺ ടു അപ്പിയർ ബിഫോർ ദി കോർട്ട് എന്നുള്ളതാണ്. ആൾക്കാരെ, അതായത് നമ്മൾക്ക് വേണ്ടത് കോടതിയുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചുമ്മാതെ ആവശ്യങ്ങളല്ലല്ലോ, നമ്മൾ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് വ്യക്തികളെയോ, അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ 2 തരത്തിലുണ്ട്, വ്യക്തികളുമുണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ എന്തുമുണ്ട്, ഈ മെറ്റീരിയൽ ഒബ്ജക്റ്റുകൾ, അതായത് തെളിവുകളുമുണ്ട്, ആൾക്കാരുമുണ്ട്. അപ്പം ഇതിനെ കോടതിയുടെ മുമ്പിലേക്ക് ഹാജരാക്കണം. കോടതിയുടെ പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ട് വ്യക്തികളെയോ തെളിവുകളെയോ മെറ്റീരിയൽ ഒബ്ജക്റ്റുകളെയോ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി തെളിവെടുപ്പിൻ്റെ ആവശ്യത്തിലേക്ക് വിളിച്ചു വരുത്തുന്ന പ്രോസസ്സുകൾക്ക് വേണ്ടി ആൾക്കാരെ ഇങ്ങനെ എത്തിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് സമൻസുകളും വാറണ്ടുകളും നമ്മൾ ഇഷ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സമൻസ് എങ്ങനെയാണ്, ആദ്യം സെക്ഷൻ 63 ഫോം ഓഫ് സമൻസ് എന്നാണ് പറയുന്നത്. സെക്ഷൻ 63 ഫോം ഓഫ് സമൻസ്. സമൻസിൻ്റെ ഫോം എന്ന് പറയുന്നത് എന്തിനാണ് ഒരു സമൻസ്, ഒരു കോടതിയിൽ നിന്ന് ഒരാൾക്കൊരു സമൻസ് അയക്കുക എന്ന് പറഞ്ഞ്, കാരണം സമൻസ് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം 2 വർഷം വരെ എന്താണ് പണിഷ്മെൻറ്റ് കിട്ടുന്നതാണ്. അത് നമ്മൾക്കറിയാം. 2ൻ്റെ എക്സിൽ പറഞ്ഞു എന്താണ് വാറണ്ട് കേസാണ്, നമ്മൾ 2ൻ്റെ ഇസഡിൽ പറഞ്ഞു വാറണ്ട് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സീഡിങ് 2 ഇയേഴ്സ് കിട്ടുന്നതാണ്. അപ്പോൾ ഈ വാറണ്ട് കേസ് അവിടെ നിൽക്കട്ടെ, സമൻസ് കേസ് വരുമ്പോഴത്തേക്കിനും എനിക്കെതിരെ ഒരു കേസുണ്ട്, എനിക്കൊരു സമൻസ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കോടതിയിൽ എന്തൊരു കേസുണ്ട്. അപ്പോൾ എന്താണ്, അത് ഏത് തരത്തിലുള്ള കുറ്റകൃത്യമാണ്, മീൻസ് 2 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഏത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഇത്രാം തീയതി ഇന്ന ദിവസം ഇന്ന കോടതിയിൽ നിങ്ങൾ ഹാജരാകണം, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ചാർജ് ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾക്ക് വരുന്ന കോടതിയിൽ നിന്ന് വരുന്നതാണ് സമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സമൻസിൻ്റെ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രൂപം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റൈറ്റിങ്ങിലായിരിക്കണം, എഴുത്തായിരിക്കണം, എഴുതിയതായിരിക്കണം, ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം ഉണ്ടായിരിക്കണം. സമൻസ് വരുമ്പോൾ അത് കൊണ്ടുവരുന്ന സമൻസ് സെർവ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ 2 കോപ്പി അതിനകത്ത് ഉണ്ടായിരിക്കണം. അതിൽ പ്രിസൈഡിങ് ഓഫീസർ, ഏത് കോടതിയാണോ ഈ പറയുന്ന സമൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ആ കോടതിയുടെ എന്തുണ്ടായിരിക്കണം, പ്രിസൈഡിങ് ഓഫീസർ ഓഫ് ദ കോടതിയുടെ സൈൻ ഉണ്ടായിരിക്കണം, സീൽ ഉണ്ടായിരിക്കണം. ഇനി സച്ച് ഓഫീസർ ആസ് ദ ഹൈക്കോടതി, ആർക്കാണ് സമൻസ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത്, ഏതൊക്കെ കോടതികൾക്കാണ് സമൻസ് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ളത് എന്ന് സമയാസമയങ്ങളിൽ ഹൈക്കോർട്ട് പറയുന്നതനുസരിച്ച് ആ റൂൾ അനുസരിച്ച് അത് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാം. ഇനി ഇത് മാത്രമല്ല, ഒരു എൻക്രിപ്റ്റഡ് അല്ലെങ്കിൽ അതർ ഫോം ഓഫ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഷാൽ ബിയർ ഓൾ ദി ഇമേജ് ഓഫ് ഇനി ഇതേ സാധനം ഈ എന്താണ് സമൻസ് ഇലക്ട്രോണിക് ഫോമിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ കോടതിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ സീലുകൾ അതിനകത്തുണ്ടായിരിക്കണം. എനിവേ, അപ്പോൾ സമൻസ് എന്ന് പറഞ്ഞാൽ സമൻസ് കൊണ്ടുവരുന്നത് നമ്മുടെ എന്താണ് നോർമൽ രീതിയിലുള്ള സമൻസുകളാണെങ്കിൽ അത് എഴുതിയിട്ടുള്ളതായിരിക്കണം. ഇതിനകത്ത് എങ്ങനെ ഉണ്ടായിരിക്കണം, അതിൽ എന്തുണ്ടായിരിക്കണം, കോടതിയുടെ സീലും സൈനും ഒക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം, പ്രിസൈഡിങ് ഓഫീസറുടെ സൈനും സീലും ഒക്കെ അതിലുണ്ടായിരിക്കണം. എങ്ങനെ സമൻസ് സെർവ് ചെയ്യണം എന്നുള്ളതാണ്. എങ്ങനെയാണ് കോടതി അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യുന്ന ഈ കടലാസ് ഈ മതീഷിൻ്റെ കയ്യിൽ, മതീഷിനെതിരെയാണ് ഇപ്പോൾ ചാർജ് ഉള്ളത്, മതീഷിൻ്റെ കയ്യിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ്. എല്ലാ സമൻസുകളെന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസർ ആയിരിക്കണം സെർവ് ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് അത് ഈ പറയുന്നതിലേക്ക് വേണ്ടിയിട്ട് എന്താണ് സമൻസ് സെർവ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് പ്രത്യേകതരമായിട്ടുള്ള എന്തെങ്കിലും റൂളുകൾ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ ഓഫീസർ, അത് പബ്ലിക് സർവൻ്റ് എന്നുള്ള നിലയിൽ വരുന്ന ഏതെങ്കിലും കോർട്ട് ഓഫീസർമാർക്ക് ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അത് ആര് സെർവ് ചെയ്യണമെന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത്. അത് മാത്രമല്ല, ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ രജിസ്ട്രാർ ഇൻ ദ കോർട്ട് അതല്ലെങ്കിൽ ഷാൾ മെയിൻറ്റെയിൻ എ രജിസ്റ്റർ ടു എൻറ്റെയിൻ അഡ്രസ്, ഇമെയിൽ അഡ്രസ്, ഫോൺ നമ്പർ ആൻഡ്
സച്ച് അതർ ഡീറ്റെയിൽസ്. ഇനി അതുമല്ല ഈ ഇതുമായിട്ടൊക്കെ സമൻസുകൾ ഇപ്പം ഏത് ഏരിയയിലേക്കുള്ളതാണ് എന്നുണ്ട്. അപ്പോൾ കോടതി കൺസേൺഡ് കോർട്ട് ആ കൺസേൺഡ് സ്റ്റേഷനിലേക്ക് അത് അയച്ചു കൊടുക്കുന്നു. ഇല്ലെങ്കിൽ അവിടെ നിന്ന് അപ്പോൾ അതുമായി സമൻസുകൾക്ക് എത്ര സമൻസുകൾ വന്നു, അത് ആർക്കൊക്കെ കൊടുത്തു, ആർക്കൊക്കെ എത്ര സമൻസ് സെർവ് ചെയ്തിട്ടുണ്ട്, അതിനകത്തുള്ള രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ആ രജിസ്റ്ററിൽ ഇതെല്ലാം രേഖപ്പെടുത്തേണ്ടതാണ്. സമൻസുകൾ എന്ന് പറയുന്നത് എങ്ങനെ സാധ്യമാകുന്ന എല്ലാ അവസരങ്ങളിലും ഇത് സെർവ് ചെയ്യേണ്ടത് പേഴ്സണലി ആൾ തന്നെ. ഇപ്പോൾ ആർക്കാണോ, ഏത് പോലീസ് ഉദ്യോഗസ്ഥനോടാണോ ഇത് സെർവ് ചെയ്യാൻ പറയുന്നത് ആ വ്യക്തി എന്താണ് നേരിട്ട് തന്നെ ഇതിനെ കൊണ്ടുവന്ന് കൊടുക്കണം എന്നുള്ളതാണ്. പേഴ്സണലി തന്നെ ഇത് കൊണ്ടു കൊടുക്കണം. ദെൻ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു കോപ്പി ആ പറയുന്ന വ്യക്തിക്കും ഇതിൻ്റെ ഒറിജിനൽ ഇതിനെ പോലീസുകാരൻ്റെ കയ്യിൽ തന്നെ കൈവശം വെച്ച് അതിനെ സൈനിട്ട് തിരിച്ച് കോടതിക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അതുമാത്രമല്ല ഈ സമൻസ് എന്ന് പറയുന്നത് കോടതിയുടെ സീൽ അതിനകത്തുണ്ടായിരിക്കണം. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ സിഗ്നേച്ചറൊക്കെ അതിനകത്ത് ഉണ്ടായിരിക്കണം. പേഴ്സണലി നിങ്ങൾ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെർവിങ് ഓഫീസർ ഈ പറയുന്നതിൻ്റെ എന്താണ് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ബാക്കിൽ സൈൻ ചെയ്ത് ഇങ്ങനെയാണ് സൈൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന ആൾക്ക് ഇത് കൊടുത്തു, അത് സെർവ് ചെയ്തു, അതിൻ്റെ ഒരു എന്താണ് എവിഡൻസ് ആണ് ഈ പറയുന്നത്. ഈ 2 കോപ്പിയിൽ ഒരെണ്ണം നമ്മൾ ആർക്ക് കൊണ്ട് തന്നെ വീട്ടിൽ ചെല്ലുന്നു, മതീഷിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. മറ്റേ ഒറിജിനലിനകത്ത് എന്ത് ചെയ്യുന്നു, മതീഷിനെ കൊണ്ടും നമ്മളും സൈനിട്ട് മേടിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഇത് കോടതിയിലേക്ക്, ഏത് കോടതിയാണോ ഇത് അയച്ചത് അവിടേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളിത് സെർവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. സെക്ഷൻ 65 അനുസരിച്ച് ഈ എന്താണ് സർവീസ് ഓഫ് സമൻസ് ഓൺ കോർപ്പറേറ്റ് ബോഡികൾ, ഫേമുകൾ, സൊസൈറ്റികൾ 65 പ്രകാരം സമൻസ് ആർക്ക് വേണമെങ്കിലും, കുറ്റം ആര് വേണമെങ്കിലും ചെയ്യാമല്ലോ. അപ്പോൾ ഈ കുറ്റം ചെയ്തിരിക്കുന്നത് ഒരു ഫേം ആണെങ്കിൽ കോർപ്പറേറ്റ് ബോഡികളോ ഫേമുകളോ സൊസൈറ്റികളോ, അപ്പോൾ സംഘങ്ങളോ അതല്ലെങ്കിൽ എന്താണ് സഹകരണ സംഘങ്ങളോ കോപ്പറേറ്റീവ് ബോഡികളോ ഇവർക്കൊക്കെയാണ് സമൻസ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ടർക്കോ മാനേജർക്കോ സെക്രട്ടറിയോ, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പനി കോർപ്പറേഷനൊക്കെ ഇന്ത്യയിലുള്ള കമ്പനി കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്ടർ, മാനേജർ, സെക്രട്ടറി. അപ്പോൾ ഈ പറയുന്ന കോർപ്പറേറ്റ് ബോഡി അതല്ലെങ്കിൽ ഫേം, സൊസൈറ്റിയൊക്കെ വെച്ച് നോക്കുക അതിൻ്റെ സെക്രട്ടറി ആരാണ്, ഡയറക്ടർ ആരാണ്, അതല്ലെങ്കിൽ മാനേജിങ് ഡയറക്ടർ ആരാണ്, ഇവർക്ക് നോക്കി ഇതിൻ്റെ മീൻസ് അതോറിറ്റി ഉള്ള ആരാണോ അവർക്ക് കൊടുക്കുക. അതെങ്ങനെയാണ്, ഒന്നുകിൽ ലെറ്റർ അയച്ചാലും മതി, ഓർഡിനറി കോഴ്സ് ഓഫ് പോസ്റ്റ് വഴി അയച്ചാലും മതി. കമ്പനി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ആ ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കമ്പനി തന്നെയാണ്. ദെൻ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരമുള്ള സൊസൈറ്റികളാണ്. ഇനി ഒരു സമൻസ് എന്ന് പറയുന്നത് ഒരു ഫേം അല്ലാതെയുള്ള മറ്റ് അസോസിയേഷനുകൾക്ക് വേണ്ടിയിട്ടാണ്. ഫേം ഓർ അതർ അസോസിയേഷൻ, ഒരു ഫേമുകളോ ഒരു പാർട്ട്ണർഷിപ്പ് ഫേമുകളോ അസോസിയേഷൻസിലേക്കൊക്കെ അയക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് അയച്ചാൽ മതി. നമ്മളുടെ ഈ ഒരു സംഘം എന്ന് പറയുന്നൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും, കാരണം പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്, എല്ലാ ആൾക്കാരും പാർട്ട്ണർമാരാണ്, അതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് അയച്ചാലും മതി. അതൊരു രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചാൽ അങ്ങനെ കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെയാണ് കൊടുത്താലും മതി എന്നുള്ളതാണ്. ദെൻ 66 പ്രകാരം സർവീസ് വെൻ പേഴ്സൺ സമൺ കനോട്ട് ബി ഫൗണ്ട് എന്നുള്ളതാണ്. അതായത് സമൻസ് ചെയ്യപ്പെട്ട ആൾക്കാരെ കണ്ടെത്താൻ കഴിയാത്ത സമയത്ത് മതീഷിൻ്റെ പേരിലാണ് സമൻസ് വന്നിരിക്കുന്നത്. സമൻസ് കൊടുക്കാൻ മതീഷിൻ്റെ വീട്ടിൽ ചെന്നിട്ട് മതീഷിനെ മഷിയിട്ട് നോക്കിയിട്ട് കാണുന്നില്ല, ഈ നാട്ടിലുമില്ല, മതീഷ് 5 വർഷമായിട്ട് അങ്ങാണ്ടേ ഇവിടെ ഇല്ലെന്നാണ് വീട്ടുകാർ പോലും പറയുന്നത്. അപ്പോൾ എന്താണ്, സമൻ ചെയ്യപ്പെട്ട ആൾക്കാരെ എന്ത് ചെയ്യുന്നില്ല, സമൻ ചെയ്യപ്പെട്ട ആൾക്കാരെ ആളെ കണ്ടുകിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ വീട്ടിൽ ചെല്ലുന്നു, നിങ്ങളെന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ ചെല്ലുന്നു, സമൻസ് കൊടുക്കാൻ ചെല്ലുന്നു. അവിടെ നിങ്ങൾ ആളെ കണ്ടില്ലെങ്കിൽ അവിടെയുള്ള അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലി മതീഷിനോടൊപ്പമോ, മതീഷ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു പേര്, ഞാൻ പെട്ടെന്നൊരു പേരിൽ അങ്ങ് പറയുന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾ സമൻസ് സെർവ് ചെയ്യാൻ ചെല്ലുന്ന വീട്ടിൽ ആർക്കാണോ സമൻസ് കൊടുക്കേണ്ടത് ആ വ്യക്തി അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ 2-3 തവണ ചെന്നു കേട്ടോ, അവിടെ ചെന്നിട്ട് ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ സമൻസ് ആ വീട്ടിലെ അഡൾട്ട് മെമ്പറിന് കൊടുക്കുക. ഏറ്റവും മുതിർന്ന ആൾ, അത് ആണാകാം പെണ്ണാകാം, ഓക്കെ, അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സമൻസ് നിങ്ങൾ കൊടുക്കുമ്പോൾ ആ വീട്ടിൽ ആ ഇദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന മറ്റ് കുടുംബാംഗങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ സെർവൻറ്റിൻ്റെ കൊടുത്തിട്ട് വരരുത്. സെർവൻറ്റ് ഈസ് നോട്ട് എ ഫാമിലി മെമ്പറായിട്ട് കൺസിഡർ ചെയ്യുകയില്ല. ഓക്കെ, ഇനി 67 പ്രകാരം ഓക്കെ, അപ്പം നമ്മൾ ആളെ കണ്ടില്ലെങ്കിൽ 2-3 തവണ പോയിട്ടോ ആളെ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ വീട്ടിൽ മറ്റംഗങ്ങളുണ്ടെങ്കിൽ അവിടെ ഏറ്റവും മുതിർന്ന ആളിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വരിക. ആണെന്നോ പെണ്ണെന്നോ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം.
67 അനുസരിച്ച് പ്രൊസീജിയർ വെൻ സർവീസ് കനോട്ട് ബി ഇഫക്റ്റഡ് ആസ് ബിഫോർ പ്രൊവൈഡഡ്. 66 പ്രകാരം നമ്മൾക്ക് ഇഫക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 66 പ്രകാരം സമൻ ചെയ്യപ്പെട്ട ആളെ കാണാത്തതുകൊണ്ട് വീട്ടിൽ അഡൾട്ട് മെമ്പറിന് കൊടുത്തു. ഓക്കെ, എന്നാൽ നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ ആളുമില്ല, കുടുംബാംഗങ്ങളുമില്ല. അപ്പോൾ 66 പ്രകാരം നമ്മൾക്ക് ഈ പറയുന്ന വീട്ടിലുള്ള ആളുടെ കയ്യിൽ ഈ സംഗതി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 64 65 പ്രകാരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ വ്യക്തി ജീവിക്കുന്ന റിസൈഡ് ചെയ്യുന്ന ആ വീടുണ്ടല്ലോ, വീടോ എന്തായിക്കൊള്ളട്ടെ, അവിടെ ഒരു കോൺസ്പീക്വസ് പാർട്ടിൽ ഇതിനെ കൊണ്ട് ചെന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ഇങ്ങ് പോരണം, പേസ്റ്റ് ചെയ്തിട്ട് പോരണം. അപ്പോൾ കോൺസ്പീക്വസ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആദ്യം നമ്മൾ കാണുന്നത് ഈ സമൻസ് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്, അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു പാർട്ടിൽ അതിനെ പ്രൊവൈഡ് ചെയ്യുക. ആഫ്റ്റർ കാരണം നമ്മൾ കുറേ തവണയായിട്ട് കയറി ഇറങ്ങിയിട്ട് ആളെ കാണുന്നില്ല, ആളുടെ വീട്ടുകാരെ കാണുന്നില്ല. അപ്പോഴാണ് ഈ കോൺസ്പീക്വസ് പാർട്ടിൽ ഇതിനെ എന്ത് ചെയ്യുന്നത്, അതിനെ അവിടെ പേസ്റ്റ് ചെയ്ത് അതിനെ ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റിൽ സൈൻ ചെയ്ത് കോടതിക്ക് തിരിച്ച് അയച്ചു കൊടുക്കുന്നത്. 68 പ്രകാരം സർവീസ് ഓൺ ഗവൺമെൻറ് സർവൻ്റ് ആണ്. അപ്പം സർക്കാർ സേവകന്, അപ്പോൾ ഒരു ഗവൺമെൻറ് സർവൻറ്റിനെ എങ്ങനെയാണ് സമൻസ് സെർവ് ചെയ്യുന്നതെന്നാണ് 68 പ്രകാരം പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾക്ക് സമൻസ് സെർവ് ചെയ്യേണ്ടത് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആ ഹെഡ് ഓഫ് ദ ഓഫീസർക്കായിരിക്കും, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണോ ഏത് സെക്ഷനിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഹെഡിന് അയക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ സച്ച് സിഗ്നേച്ചർ ഷാൽ ബി, ഇനി അതുപോലെ തന്നെ അതിൻ്റെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോടതിക്ക് കൊടുക്കുക. സെർവ് ചെയ്തതിന് ശേഷം ഹെഡാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സൈനൊക്കെ മേടിച്ച് തിരിച്ചയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഈ കോടതി എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ഇത് കോടതിക്ക് പുറത്തുള്ള ഒരു ജൂറിസ്ഡിക്ഷനിലാണ് സെർവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ സമൻസ് എന്ന് പറയുന്നത്, അപ്പം കോടതിക്ക് പുറത്തുള്ള ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പം ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോടതിയും അതിന് ചുറ്റുമുള്ള അതിൻ്റെ അധികാരപരിധിയും തൊട്ടടുത്ത അധികാരപരിധി ബി എന്ന് പറയുന്ന കോടതിയാണ്. അപ്പോൾ ഇവിടെ നിന്നും സമൻസ് ഇവിടേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അപ്പോൾ ഈ ഒരു കോടതിയുടെ അധികാരപരിധിക്ക് പുറത്തേക്കാണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് മജിസ്ട്രേറ്റിനാണ് അയച്ചു കൊടുക്കേണ്ടത്. ആ കൺസേൺഡ് ഏരിയയിലുള്ള മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുക. ഇവിടെ അത് ഏത് വീട്ടിൽ ആർക്കാണോ സെർവ് ചെയ്യേണ്ടത്, നോർമൽ കേസിൽ ഇങ്ങനെയായിരിക്കാം സെർവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് സെക്ഷൻ 70 പ്രകാരം പ്രൂഫ് ഓഫ് സർവീസ് ഇൻ കേസസ് വെൻ സെർവിങ് ഓഫീസർ ഈസ് നോട്ട് പ്രസൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചില കേസുകളിൽ സെർവിങ് ഓഫീസർ പ്രസൻ്റ് ആയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് പ്രൊസീജിയർ എന്നാണ്. ചില സംഗതികൾ ഈ സെർവിങ് ഓഫീസർ ഹാജരാകാത്തപ്പോഴാണ് എങ്ങനെ ഇത് തെളിയിക്കണമെന്നുള്ളതാണ്. സമൻസ് അപ്പോൾ സമൻസ് കോടതി ഇഷ്യൂ ചെയ്യുന്നു, കോടതിക്ക് പുറത്തുള്ള ലോക്കൽ ജൂറിസ്ഡിക്ഷനിലേക്ക് നമ്മൾ സെർവ് ചെയ്യുന്നു. അപ്പോൾ ഈ കേസിനകത്ത് വേർ ദ ഓഫീസർ ഹു ഹാസ് സെർവ് ദ സമൻസ് ഈസ് നോട്ട് പ്രസൻറ്റ് അറ്റ് ദ ഹിയറിംഗ് ഓഫ് ദ കേസ്. അപ്പോൾ ഏത് കേസിലാണ്? അപ്പോൾ തൊട്ട് മുമ്പേ 69 പ്രകാരം നമ്മൾ പറഞ്ഞത് കോടതിയുടെ ലോക്കൽ ജൂറിസ്ഡിക്ഷന് പുറത്തേക്ക് സമൻസ് സെർവ് ചെയ്യണമെങ്കിൽ ഏത് ജൂറിസ്ഡിക്ഷനിലേക്കാണോ ഏത് അധികാരിത പ്രദേശത്തേക്കാണോ നിങ്ങൾക്ക് ഈ സമൻസ് സെർവ് ചെയ്യേണ്ടത് അവിടെയുള്ള മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കണം എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, അവിടെ മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുമ്പോൾ അവിടെയുള്ള പോലീസ് ഓഫീസേഴ്സിനെ ആയിരിക്കുമല്ലോ അവിടെ നിയോഗിക്കുന്നത്. ഓക്കെ, അതും കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റ് പ്രൊസീജിയറിൽ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, ഹാജരാകണം എന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് സെർവ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ അതിനോടൊപ്പം ഒരു സത്യവാങ്മൂലം, ഒരു അഫിഡവിറ്റ് കൂടി ഫയൽ ചെയ്യുക. ഈ സമൻസ് ഞാൻ ഡ്യുവലായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോടതിക്ക് ഇങ്ങനെ ഞാൻ അയക്കുന്നുണ്ട് എന്ന് കൊടുത്തും കൂടി ഒരു അഫിഡവിറ്റ് അതിനോടൊപ്പം ചേർത്ത് അയക്കുക. കാരണം അതിനുശേഷം പിന്നീടുള്ള പ്രൊസീഡിങ്സിന് അദ്ദേഹം എന്ത് ചെയ്യണമെന്നില്ല, ഹാജരാകില്ലേലും പ്രശ്നമില്ല. ഈ അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പിയും കൂടെ ചേർത്ത് വേണം കോടതിക്ക് അയക്കാൻ. ഈ സമൻസ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനുകളിലും സെർവ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ എന്ത് ചെയ്യണം, കോപ്പിയൊക്കെ ഒരു പ്രൂഫായിട്ട് സൂക്ഷിക്കുകയും വേണം. ദെൻ 71 പ്രകാരം സാക്ഷികൾക്ക് എങ്ങനെയാണ് സമൻസ് നടത്താൻ വേണ്ടിയിട്ട് സർവീസ് ഓഫ് സമൻസ് ഓൺ വിറ്റ്നസ്, സാക്ഷികൾക്ക് സമൻസ് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് പറയുന്നത് കൂടാതെ ഈ ചാപ്റ്ററിൽ ഇത് നമ്മൾ ഇതുവരെ പറഞ്ഞത് കൂടാതെ ഈ സാക്ഷികൾക്ക് വേണ്ടി നമ്മൾ സമൻസ് അയക്കണമെന്നുണ്ടെങ്കിൽ, ഓക്കെ,
ഡയറക്റ്റ് കോപ്പി ഓഫ് ദ സമൻസ് ടു ബി സെർവ്ഡ് ബൈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ഒന്നുകിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റ് വഴിയോ വിറ്റ്നസ്സിന് അയക്കാവുന്നതാണ്. എവിടെയാണോ നോർമൽ കേസുകളിൽ റിസൈഡ് ചെയ്യുന്നത് വിറ്റ്നസ് അവിടേക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് വിറ്റ്നസിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് കാർഡും കൂടിയൊക്കെ, അപ്പം ഈ സമൻസ് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് കാർഡൊക്കെ സൈൻ ചെയ്ത് തിരിച്ച് കോടതിക്ക് അയച്ചു കൊടുക്കുക. കാരണം സാക്ഷിക്ക് നമ്മളിത് അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണ്. അടുത്തതാണ് സെക്ഷൻ 72 പ്രകാരം ഫോം ഓഫ് വാറണ്ട് ഓഫ് അറസ്റ്റ് ആൻഡ് ഡ്യൂറേഷൻ എന്നുള്ളതാണ്. അതായത് അറസ്റ്റ് വാറണ്ടിൻ്റെ രൂപവും കാലാവധിയും. ഇനി നമ്മൾ പറയാൻ പോകുന്ന സമൻസ് അല്ല, വാറണ്ടാണ്. അപ്പോൾ അറസ്റ്റ് വാറണ്ടിൻ്റെ എന്താണ് അതിൻ്റെ കാലാവധി എത്രയാണ്, രൂപം എങ്ങനെയാണ്, ഫോം എങ്ങനെയാണ്, അതിൻ്റെ നമ്മൾ സമൻസിൻ്റെ രൂപം കണ്ടു, ഫോം എങ്ങനെയാണെന്ന് കണ്ടു, അതുപോലെ തന്നെ വാറണ്ടിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ കാലാവധി എങ്ങനെയാണ്. എല്ലാ വാറണ്ടും എന്ന് പറയുന്നത് അത് കോടതി ഇഷ്യൂ ചെയ്യുന്ന വാറണ്ടുകൾ എന്ന് പറയും. ഈ സംഹിത പ്രകാരം കോടതി ഇഷ്യൂ ചെയ്യുന്ന ഏത് വാറണ്ടാണെങ്കിലും അത് റൈറ്റിങ്ങിലായിരിക്കണം, അത് പ്രിസൈഡിംഗ് ഓഫീസർ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, കോടതിയുടെ സൈൻ ഉണ്ടായിരിക്കണം. എല്ലാ വാറണ്ടിനകത്തും ആ കോടതി, വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന കോടതി അത് ക്യാൻസൽ ചെയ്യാത്തിടത്തോളം കാലം എല്ലാ വാറണ്ടിനും എന്തുണ്ടായിരിക്കുന്നതാണ്, ആ വാറണ്ടിന് എന്താണ് വാലിഡിറ്റി, അതിന് ഫോഴ്സ്, അത് നിലനിൽപ്പുണ്ടായിരിക്കുന്നതാണ്. 73 പ്രകാരം പവർ ടു ഡയറക്റ്റ് സെക്യൂരിറ്റി ടു ബി ടേക്കൺ എന്നുള്ളതാണ്. ഓക്കെ, അതായത് സെക്യൂരിറ്റി ടു ബി ടേക്കൺ, ജാമ്യം വാങ്ങാൻ, അതായത് ജാമ്യം വാങ്ങണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരം. അതായത് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്ന, എന്തിനാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നത്? വാറണ്ട് ഇഷ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ. ഈ അറസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ജാമ്യത്തിൻ്റെ എന്താണ് ഡയറക്ഷൻസ്, എന്താണ് ജാമ്യം കൊടുത്തു വിടാമോ, അതല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യം തന്നെ കൊടുത്തു വിടാമോ, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കിയിട്ട് അവിടെ നിന്ന് ജാമ്യം എടുക്കാമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് ആ കോടതിക്കുണ്ട്. അപ്പം എങ്ങനെയാണ് ബെയിൽ ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യണോ, ഷുവർട്ടീസിനെ ആൾക്കാരെ ആൾജാമ്യം കൊണ്ടുവരണോ അല്ലാത്ത ജാമ്യം കൊണ്ടുവരണോ എന്നൊക്കെയുള്ള എന്താണ് കോടതിക്ക് അത് ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ ഡയറക്ഷൻസ് കൊടുക്കാവുന്നതാണ്. ദെൻ ഇതിനകത്ത് ഈ പറയുന്ന വാറണ്ട് എന്ന് പറയുന്നതിനകത്ത് ആൻഡ് ഷാൾ റിലീസ്, ഇനി ആ പറയുന്ന പേഴ്സണെ എന്താണ് ഈ ബെയിൽ ബോണ്ടൊക്കെ ഇഷ്യൂ ചെയ്യുന്നത്, നമ്മൾ ജാമ്യം കൊടുക്കുന്നതനുസരിച്ച് എന്താണ് ഈ സെക്യൂരിറ്റി ഒക്കെ ഫർണിഷ് ചെയ്യുന്നതനുസരിച്ച് ഇദ്ദേഹത്തെ റിലീസ് ചെയ്യണം. ഇതിന് എത്ര, അപ്പോൾ എന്താണ് എത്ര ഷുവർട്ടീസ് വേണം, എത്ര എമൗണ്ട് ആണ്, ഒന്നുകിൽ ആൾജാമ്യമാണെങ്കിൽ അങ്ങനെ, തുകയാണെങ്കിൽ എത്രയാണെന്ന് പറയണം. ഓക്കെ, ഈ കോടതിയിൽ ഇദ്ദേഹം എന്ന് ഹാജരാകണമെന്ന് പറയണം, എപ്പോഴാണ് എപ്പോഴൊക്കെയാണ് ഈ സെക്യൂരിറ്റി എടുക്കാൻ പറ്റുന്നത്, ജാമ്യം നിർദ്ദേശിക്കാൻ പറ്റുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനോടൊപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അടുത്ത സെക്ഷൻ 74 അനുസരിച്ച് വാറണ്ടുകൾ എന്ന് പറയുന്നത് ആർക്കാണ് വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കുന്നത്? സമൻസ് ആർക്കായിരുന്നു അധികാരപ്പെടുത്തി കൊടുക്കുന്നത്? പോലീസ് ഓഫീസർക്കോ അതല്ല എന്നുണ്ടെങ്കിൽ കോർട്ട് ഓഫീസർമാർക്കോ ഒക്കെ ആയിരുന്നു നമ്മൾ സമൻസ് അധികാരപ്പെടുത്തിയെങ്കിൽ, വാറണ്ട് സാധാരണ രീതിയിൽ ഡയറക്റ്റ് ചെയ്യുന്നത് 1 or more പോലീസ് ഓഫീസേഴ്സിൻ്റെ ഈ വാറണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആരെയാണോ അറസ്റ്റ് ചെയ്യേണ്ടത് അത് നടപ്പിലാക്കാൻ വേണ്ടി 1 or more പോലീസ് ഓഫീസേഴ്സിനെ അധികാരപ്പെടുത്താവുന്നതാണ്. പക്ഷേ അതിനാൽ ഈ കോടതി ഇതേപോലുണ്ട് വാറണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്താണ് പോലീസ് ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ അവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് കോടതിക്ക് എന്താണ് അത്രയും ഉചിതമെന്ന് തോന്നുന്ന മറ്റ് വ്യക്തികളെയോ വേണമെങ്കിൽ ഇത് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി നിയോഗിക്കാവുന്നതാണ്. ഇനി ഈ വാറണ്ട് 1 or more ഓഫീസേഴ്സിൻ്റെ പേരിലാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവരെല്ലാം ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി ഒരാളത് നടപ്പിലാക്കുകയോ ചെയ്യണം. 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിലാണ് വാറണ്ട് ഇഷ്യൂ ചെയ്യാൻ, വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഓർഡർ വന്നിരിക്കുന്നതെങ്കിൽ 3 പേര് ഒരുമിച്ച് പോവുകയോ അതല്ലെങ്കിൽ എല്ലാവർക്കും കൂടെ വേണ്ടി ഒരാൾ പോയി ഈ വാറണ്ട് നടപ്പിലാക്കുകയോ ചെയ്യണം. ദെൻ വാറണ്ട് എപ്പോഴാണ്? വാറണ്ട് മേ ബി ഡയറക്റ്റഡ് ടു എനി പേഴ്സൺ എന്നുള്ളതാണ്. വാറണ്ട് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ നേരത്തെ തൊട്ട് മുമ്പേ 1 or more പോലീസുകാരുടെ പേരിൽ പറഞ്ഞെങ്കിൽ ഇനി അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓഫ് ഫസ്റ്റ് ക്ലാസ്സിനോ എന്ത് ചെയ്യാം? വാറണ്ടിനെ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം.
അദ്ദേഹത്തിൻ്റെ ആ കോടതിയുടെ അധികാര പരിധിയിലുള്ള എന്താണ് ഒരു വ്യക്തിയെ വിത്തിൻ ഹിസ് ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഫോർ ദി അറസ്റ്റ് ഓഫ് എനി എസ്കേപ്ഡ് കൺവിക്റ്റ്, അതായത് രക്ഷപ്പെട്ടു പോയ വല്ല കുറ്റവാളിയോ പിടിക്കുന്നതിലോ ഒരു എന്താണ് പ്രൊക്ലെയിംഡ് ഒഫൻഡർ പിടികിട്ടാ പുള്ളിയൊക്കെ പിടിക്കുന്നതിലേക്ക് വേണ്ടോ, അതല്ലെങ്കിൽ ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് നടത്തിയ ഒരാളെയോ, അതല്ലെങ്കിൽ അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി രക്ഷപ്പെട്ട് നിൽക്കുന്നതൊക്കെ ഒരുത്തനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് വേണ്ടി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനോ മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിനോ ഏതെങ്കിലും ഒരാളെ അധികാരപ്പെടുത്തി കൊടുക്കാം. അങ്ങനെ അധികാരപ്പെടുത്തി കൊടുക്കുമ്പോൾ ആ വ്യക്തിയുടെ പേരും അത് ആർക്കാണ് അധികാരപ്പെടുത്തി കൊടുക്കുന്നത്, ആർക്കാണ് പ്രത്യേകമായിട്ട് ഇത് പറയുന്നത്, ആളുടെ പേര്, ഡെസിഗ്നേഷൻ എല്ലാം അതിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്ത് പറയുന്നു ഇങ്ങനെ വെൻ ദ പേഴ്സൺ ആർക്കാണോ നമ്മൾ ഈ വാറണ്ട് ഓഫ് അറസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്, ഇതെന്ത് ചെയ്യണം, ഹി ഷാൽ ബി മെയ്ഡ് ഓവർ വിത്ത് ദ വാറണ്ട് ടു ദ നിയറസ്റ്റ് പോലീസ് ഓഫീസർ who shall cause him to taken before magistrate having jurisdiction in the case unless security is taken under section 73. ഇനി ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും വാറണ്ട് അധികാരപ്പെടുത്തി കൊടുക്കാം. അതൊരു പോലീസുകാരൻ്റെ പേരിൽ അധികാരപ്പെടുത്തണമെങ്കിൽ അങ്ങനെ, അതല്ല മറ്റേതെങ്കിലും വ്യക്തികളുടെ പേരിൽ അധികാരപ്പെടുത്തണമെങ്കിൽ അങ്ങനെ വാറണ്ട് ഇഷ്യൂ ചെയ്ത് ആളെയും പിടിച്ചുകൊണ്ട് വന്ന് എന്താണ്, ഹി ഷാൽ ബി മെയ്ഡ് ഓവർ വിത്ത് എ വാറണ്ട് ടു ദ നിയറസ്റ്റ് പോലീസ് ഓഫീസർ. അപ്പോൾ ഇതെന്ത് ചെയ്യണം, നിയറസ്റ്റ് പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് വേണം ഇതെന്ത് ചെയ്യണം, മെയ്ഡ് ഓവർ ചെയ്യാൻ. ദെൻ അദ്ദേഹം വേണം ഇയാളെ അറസ്റ്റ് ചെയ്ത് നിയറസ്റ്റ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. ദെൻ 76 പ്രകാരം വാറണ്ട് നമ്മൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിലും അധികാരപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ 75ഉം 76ഉം തമ്മിൽ എന്താണ് ഒരു വ്യത്യാസമുണ്ട്. 75 പ്രകാരം അത് പോലീസ് ഉദ്യോഗസ്ഥനല്ലാത്തുള്ള ഏതൊരാൾക്കും ഈ വാറണ്ട് നടപ്പിലാക്കുന്നതിലേക്ക് വേണ്ടി കോടതിക്ക് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ്സിന് അധികാരപ്പെടുത്തി കൊടുക്കാം. 76 പ്രകാരം അത് ഒരു പോലീസുകാരൻ്റെ പേരിൽ വേണമെങ്കിലും അധികാരപ്പെടുത്തി കൊടുക്കാം. ടു എനി പോലീസ് ഓഫീസർ മേ ഓൾസോ ബി എക്സിക്യൂട്ടഡ് ബൈ എനി അതർ പോലീസ് ഓഫീസർ ഹൂസ് നെയിം ഈസ് എൻഡോസ്ഡ് അപ്പോൺ ബൈ ദ വാറണ്ട് ബൈ ഓഫീസർ ടു ഹൂം ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടു എൻഡോസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി പോലീസ് ഓഫീസറിൻ്റെ പേരിലും ഇത് നമ്മൾക്ക് അധികാരപ്പെടുത്തി കൊടുക്കാം. എന്താണ് സെക്ഷൻ 77 പ്രകാരം നോട്ടിഫിക്കേഷൻ ഓഫ് സബ്സ്റ്റൻസ് ഓഫ് വാറണ്ട്, എന്താണ് ഈ സബ്സ്റ്റൻസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാറണ്ടിൻ്റെ സാരാംശം എന്താണ്? സെക്ഷൻ 77 പ്രകാരം ദ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ മറ്റ് പേഴ്സൺ ആരാണോ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അവർ ഇതിൽ പറഞ്ഞിരിക്കുന്ന വാറണ്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അറസ്റ്റ് ചെയ്യേണ്ട വ്യക്തിയെ പറഞ്ഞ് ധരിപ്പിക്കേണ്ടതാണ്. ഓക്കെ, ഈ മതീഷിനെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോൾ ഈ വാറണ്ട് കാണിച്ചു കൊടുത്തിട്ട് ഈ വാറണ്ടിൽ ഇന്ന കാര്യങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾക്കെതിരെ ഇന്ന ചാർജ് ഉണ്ട്, അതിനാണ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വരുന്നത് എന്ന് പറഞ്ഞു കൊടുക്കണം. വാറണ്ട് എന്ന് പറയുന്നത് ദ പേഴ്സൺ അറസ്റ്റഡ് സെക്ഷൻ 78 പ്രകാരം പേഴ്സൺ അറസ്റ്റഡ് ടു ബി ബ്രോഡ് ബിഫോർ ദ കോർട്ട് വിത്തൗട്ട് ഡിലേ. ഓക്കെ, നമ്മൾ വാറണ്ടും കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു, ഒഫൻഡറിനെ അറസ്റ്റ് ചെയ്തു. ഓക്കെ, ഈ വാറണ്ട് ആർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണോ ഇഷ്യൂ ചെയ്യുന്നത് ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒട്ടും ഡിലേ ആകാതെ തന്നെ കോടതിയിൽ ഇയാളെ ഹാജരാക്കിയിരിക്കണം. ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണോ അതല്ലെങ്കിൽ ആരാണോ ഈ വാറണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒട്ടും ഡിലേ ഇല്ലാതെ തന്നെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുക. അപ്പോൾ അതുമാത്രമല്ല മറ്റ് എനി കേസ് എക്സീഡ് 24 hours എക്സ്ക്ലൂസീവ് ഓഫ് ദ ടൈം നെസസറി ഫോർ ദ ജേർണി പ്രൊവൈഡഡ് ദാറ്റ് സച്ച് ഡിലേ. ആ ഡിലേ എന്ന് പറയുന്നത് അൺനെസസറി ഡിലേ ആകാൻ പാടില്ലെന്നേ ഉള്ളൂ, നെസസറി ഡിലേ ഒക്കെ ആകാവുന്നതാണ്. ഈ ഡിലേ എന്ന് പറയുന്നത് യാത്ര ചെയ്യുന്ന സമയം ഒഴികെയുള്ളതാണ്, ഈ 24 മണിക്കൂറിൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ളതാണ്. എക്സീഡ് 24 hours എക്സ്ക്ലൂസീവ് ഓഫ് ദ ടൈം നെസസറി ഫോർ ദി ജേർണി ഫ്രം ദ പ്ലേസ് ഓഫ് അറസ്റ്റ് ടു ദ മജിസ്ട്രേറ്റ് കോർട്ട് എന്നുള്ളതാണ്. ഇനി എവിടെ വേണം വാറണ്ട് നടപ്പിലാക്കാൻ എന്നുള്ളതാണ്, അതൊരു ചോദ്യം ആണ്. വാറണ്ട് ഓഫ് അറസ്റ്റ് മേ ബി എക്സിക്യൂട്ടഡ് അറ്റ് എനി പ്ലേസ് ഇൻ ഇന്ത്യ. വാറണ്ട് നടപ്പിലാക്കാനുള്ളത് വാറണ്ട് എവിടെ നടപ്പിലാക്കണം എന്നുള്ളതാണ് 79 പറയുന്നത്. 79 പ്രകാരം ഇന്ത്യക്കകത്ത് എവിടെ വേണമെങ്കിലും വാറണ്ട് നടപ്പിലാക്കാവുന്നതാണ്. ദെൻ സെക്ഷൻ അടുത്തതാണ് സെക്ഷൻ 70 വാറണ്ട് ഫോർവേഡഡ് ഫോർ ദി എക്സിക്യൂഷൻ ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. അപ്പം ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ അധികാരിത പ്രദേശങ്ങൾക്ക് പുറത്ത് വാറണ്ട് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ
വെൻ എ വാറണ്ട്, കാരണം ഇത് നമ്മൾ നേരത്തെ കണ്ടാണ്, സമൻസ് ഒരു കോടതിയുടെ അധികാര പരിധിക്ക് മാറി അപ്പുറത്തെ കോടതിയുടെ അധികാര പരിധിയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ സമൻസ് കേസുകളിൽ നമ്മൾ ആ കേസുകൾ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട എന്താണ് എവിടെയാണോ നടപ്പിലാക്കേണ്ടത് ആ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ പറഞ്ഞു വിട്ടതാണ്. അറ്റ് ദ സെയിം ടൈം വാറണ്ടുകളെ മറ്റൊരു അധികാരിതാ പ്രദേശത്തേക്ക് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഔട്ട്സൈഡ് ദ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോടതി ആണെന്നുണ്ടെങ്കിൽ ആ കോടതി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാറണ്ട് എവിടെയാണോ നടപ്പിലാക്കേണ്ടത് അവിടെ എന്താണ് ഫോർവേഡഡ് ബൈ പോസ്റ്റ് ഓർ അതർവൈസ് ടു എനി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസോ അല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസോ വിതിൻ ദ ലോക്കൽ ലിമിറ്റ്സ് ഓഫ് ഹൂസ് ജൂറിസ്ഡിക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ ഡിസ്ട്രിക്ട് സൂപ്രണ്ടൻറ്റ് ഓഫ് കമ്മീഷണറോ. അപ്പോൾ എന്താണ്, നമ്മൾക്ക് നമ്മുടെ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്തുള്ള മറ്റൊരു കോടതിയുടെ അധികാര പരിധിക്ക് അകത്ത് വരുന്ന സ്ഥലത്താണ് വാറണ്ട് നടപ്പിലാക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ വാറണ്ടിനെ എവിടെയാണോ നടപ്പിലാക്കേണ്ടത് അവിടെയുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് കമ്മീഷണർക്കോ അതല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിനോ അവിടേക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം എവിടോട്ടാണോ, ഇപ്പം നിങ്ങൾ എവിടെയാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനാണോ ഡിസ്ട്രിക്ട് സൂപ്രണ്ടൻറ്റിനാണോ അതല്ലെങ്കിൽ കമ്മീഷണർ ഓഫ് പോലീസിനാണോ ഈ വാറണ്ട് അയച്ചു കൊടുക്കുന്നത് എന്നുള്ളത് ആ വാറണ്ടിൻ്റെ പുറത്ത് ആർക്കാണ് അയച്ചു കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഈ കോടതി ഇതേപോലെ നമ്മൾ വാറണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ വാറണ്ടിനോടൊപ്പം എന്താണ് ഈ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തികളുടെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. സഫിഷ്യൻറ്റ് ടു എനേബിൾ ദ കോർട്ട് ആക്ടിങ് അണ്ടർ സെക്ഷൻ 80 ടു ഡിസൈഡ് വെദർ, അതായത് അത് മാത്രമല്ല അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയുടെ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കണം. ഈ വാറണ്ട് പ്രകാരം ഇയാൾക്ക് ജാമ്യം കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയാണ്, അതല്ലെങ്കിൽ ബെയിലബിൾ ആണോ നോൺ ബെയിലബിൾ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ ഈ 81 പ്രകാരം ഈ വാറണ്ട് എന്ന് പറയുന്നത് വാറണ്ട് ഡയറക്റ്റഡ് ടു പോലീസ് ഓഫീസർ ഫോർ ദ എക്സിക്യൂഷൻ ഔട്ട്സൈഡ് ദ ജൂറിസ്ഡിക്ഷൻ എന്നുള്ളതാണ്. 81 പ്രകാരം കോടതിക്ക് പുറത്ത്, അതായത് കോടതിയുടെ അധികാരതയ്ക്ക് പുറത്ത് മറ്റൊരു കോടതിയുടെ അധികാര പരിധിയിൽ നമ്മൾ ഇതേപോലെ ഈ വാറണ്ട് നടപ്പിലാക്കാൻ നമ്മൾ അയച്ചു കൊടുക്കുകയാണ്. ഈ അയച്ചു കൊടുക്കുമ്പോൾ, കാരണം ഈ പ്രതി എന്ന് പറയുന്നവൻ ഇവിടെയല്ല താമസിക്കുന്നത്, മറ്റേ കോടതിയുടെ പരിധിയിലാണ് അവൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ പിടിച്ചുകൊണ്ട് വരണ്ടേ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പോലീസ് ഓഫീസറിന് അധികാരപ്പെടുത്തി കൊടുക്കുമ്പോൾ പിന്നെ വാറണ്ട് ഡയറക്റ്റ് പോലീസ് ഓഫീസർ ഈസ് ടു ബി എക്സിക്യൂട്ടഡ് ബിയോണ്ട് ദ ലോക്കൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ കോർട്ട് എന്നുള്ളതാണ്. അപ്പോൾ കോടതിയുടെ അധികാര പരിധിക്ക് പുറത്ത് ഇത് നടപ്പിലാക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനെ നിയോഗിക്കുമ്പോൾ ഹി ഷാൽ ഓർഡിനറിലി ടേക്ക് ഇറ്റ് ഫോർ ദ എൻഡോഴ്സ്മെൻറ്റ് എയ്തർ ടു എൻ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഓർ ടു പോലീസ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഓഫീസർ ഇൻ ചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ എവിടെയാണോ നടപ്പിലാക്കേണ്ടത് അവിടെ അത് നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥൻ, അതായത് സ്റ്റേഷൻ ചാർജുള്ള ഓഫീസറിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം. ഓക്കെ, എവിടെയാണോ നടപ്പിലാക്കേണ്ടത് അവിടെയുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. ഇനി അങ്ങനെ ഒരു മജിസ്ട്രേറ്റോ പോലീസ് ഓഫീസറോ മജിസ്ട്രേറ്റിൻ്റെ പേരിലോ പോലീസ് ഓഫീസറിൻ്റെ പേരിലോ ആണ് ഇത് നടപ്പിലാക്കാൻ നമ്മൾ ഈ വാറണ്ട് നിയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ എൻഡോഴ്സ്മെൻറ്റിൽ സഫിഷ്യൻറ്റ് അതോറിറ്റി ടു ദ പോലീസ് ഓഫീസർ ആർക്കാണോ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾ എൻഡോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം, വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അത് മാത്രമല്ല, എപ്പോഴൊക്കെ നമുക്ക് വിശ്വസിക്കത്തക്ക കാരണങ്ങളുണ്ടോ അവിടെ ഒരു ഡിലേ വരുന്നുണ്ട്. ഒബ്റ്റെയിനിങ് ദ എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ദ മജിസ്ട്രേറ്റ് ഓർ പോലീസ് ഓഫീസർ. അപ്പോൾ നമ്മൾ ഈ അയച്ചു കൊടുക്കുന്നത് അവിടെ, കാരണം ഈ മജിസ്ട്രേറ്റിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്താണ് കമ്മീഷണറുടെ പേരിലോ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരിലോ ഒക്കെ നമ്മൾ അയച്ചു കൊടുത്ത് അവിടെ ഇവരിത് സ്വീകരിച്ച് ഈ വാറണ്ടിനെ സ്വീകരിച്ച് അത് നടപ്പിലാക്കാൻ ഡിലേ വരുന്നു. കാരണം നമുക്ക് പ്രതിയെ എത്രയും വേഗം പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണല്ലോ. കാരണം ഡയറക്റ്റ് അവരുടെ അധികാര പരിധിയിൽ കയറി ചെന്ന് പിടിച്ചുകൊണ്ടും വരാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഇവിടെ ഡിലേ വരുന്ന കേസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? The police officer to whom it is directed may execute the same without such endorsement in any place beyond the. അപ്പോൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യുക? അവിടെ പോയി അവിടുത്തെ സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ മറ്റൊരു സ്റ്റേഷനിലോ മറ്റൊരു മജിസ്ട്രേറ്റോ ഇതൊക്കെ എൻഡോസ് ചെയ്ത് ഇത് ലേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് കൺസേൺഡ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർക്ക് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഈ എൻഡോഴ്സ്മെൻറ്റിനൊക്കെ ലേറ്റ് ആവുമെങ്കിൽ എന്നുള്ളതാണ്. ഇനി അടുത്തതാണ് പ്രൊസീജിയർ ഓൺ അറസ്റ്റ് പേഴ്സൺ എഗെയിൻസ്റ്റ് ഹൂം വാറണ്ട് ഈസ് ഇഷ്യൂഡ് എന്നുള്ളതാണ്.
ആർക്കെതിരെയാണോ വാറണ്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ആ വാറണ്ടിൽ പറഞ്ഞ ആളെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയറുകളാണ് അടുത്ത പറയുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയറിൽ പറയുന്ന ആദ്യത്തെ കാര്യം, വെൻ എ വാറണ്ട് ഓഫ് അറസ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഔട്ട്സൈഡ് ദ ഡിസ്ട്രിക്ട് ഇൻ വിച്ച് ഇറ്റ് വാസ് ഇഷ്യൂഡ്. അപ്പോൾ അതായത് വാറണ്ട് ഇഷ്യൂ ചെയ്ത കോടതിക്ക് അധികാരപരിധിക്ക് പുറത്തുള്ള ഒരു ജില്ലയിലാണ് ഇത് നടപ്പിലാക്കേണ്ടതെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ അൺലെസ് ദ കോർട്ട് വിച്ച് ഇഷ്യൂഡ് ദ വാറണ്ട് ഈസ് വിതിൻ 30 കിലോമീറ്റേഴ്സ് ഓഫ് ദ, അതായത് ഓക്കെ, അപ്പം വാറണ്ട് ഇഷ്യൂ ചെയ്ത ഒരു കോടതി അത് നടപ്പിലാക്കുന്നത് മറ്റൊരു ഈ ജില്ലയ്ക്ക് പുറത്താണ്. പക്ഷേ ഇവിടുന്ന് അവിടെ ഈ ആളെ അറസ്റ്റ് ചെയ്യുന്നതും ഈ കോടതിയും തമ്മിൽ 30 കിലോമീറ്റർ ദൂരമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത ഉടനെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസോ കമ്മീഷണറുടെ അടുത്തോ അല്ലെങ്കിൽ ഏതാണോ ലോക്കൽ ജൂറിസ്ഡിക്ഷനിൽ ഏറ്റവും അടുത്തുള്ള ആരാണോ അവിടെ ഇയാൾ എന്ത് ചെയ്യുക, അവിടെ ഹാജരാക്കുക എന്നുള്ളതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ 73 പ്രകാരം സെക്യൂരിറ്റി അവൈലബിൾ ആയിട്ട് ഇയാൾക്ക് ജാമ്യം അനുവദിക്കുന്ന തരത്തിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജില്ലയ്ക്ക് പുറത്ത് ഇത് നടപ്പിലാക്കുമ്പോൾ ഈ കോടതിയായിട്ട് 30 കിലോമീറ്റർ കൂടുതൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരുടെ അടുത്തേക്ക് ഹാജരാക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അറസ്റ്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസറിനുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഏതാണോ ഈ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഡെസിഗ്നേറ്റഡ് പോലീസ് ഓഫീസർ അവരുടെ അറസ്റ്റുകളൊക്കെ രേഖപ്പെടുത്തുക, ഡിസ്ട്രിക്ട് കൺട്രോൾ റൂമുകളിലൊക്കെ ഈ അറസ്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏതൊക്കെ പ്രൊവിഷൻസ് ആണ് നമ്മൾ നോക്കിയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് സമൻസും അതുപോലെ തന്നെ വാറണ്ടുകളുമാണ്. സമൻസ് എന്തിനാണ്, വാറണ്ട് എന്തിനാണ്, ഇതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്, ഒരു കോടതിയുടെ അധികാരപരിധിയിൽ എങ്ങനെ നടപ്പിലാക്കണം, കോടതിയുടെ അധികാരപരിധിക്ക് പുറത്ത് ഇതെങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു ഏരിയ ആണ് സമൻസ് എന്താണ്, വാറണ്ട് എന്താണ്, ഇത് ആരാണ് നടപ്പിലാക്കുന്നത്, ആർക്കൊക്കെ നടപ്പിലാക്കാം, എവിടെയൊക്കെ നടപ്പിലാക്കാം, ഇത് ഒരു കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ കഴിഞ്ഞ് അടുത്ത ജൂറിസ്ഡിക്ഷനിൽ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നൊക്കെയുള്ള പ്രൊവിഷൻസാണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാലൻസ് പോർഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ക്ലാസ്സുകളൊക്കെ കേൾക്കുക, നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ശരി.